കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും UAPയും റദ്ദാക്കുമെന്ന് CPIM പ്രകടന പത്രിക. ഗവർണർ നിയമനത്തിന് സമിതി രൂപീകരിക്കുമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം പ്രതിപക്ഷം മുഖ്യ പ്രചരണ വിഷയമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കുമെന്ന വാഗ്ദാനം CPIM മുന്നോട്ട് വയ്ക്കുന്നത്. 12 വിഭാഗങ്ങളായി തിരിച്ചാണ് CPIMന്റെ പ്രകടന പത്രിക. CAAയും UAPയെയും റദ്ദാക്കും, ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും, തെരഞ്ഞെടുപ്പിനായി പാർട്ടികൾക്ക് കോർപ്പറേറ്റ് ഫണ്ടിംഗ് നൽകുന്നത് നിരോധിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും CPIM മുന്നോട്ട് വയ്ക്കുന്നു. Number 1, to defeat the BJP and its allies. Number 2, to increase the strength of the CPIM and the left parties in the parliament. And number 3, to ensure that an alternative secular government is formed at the center. സംസ്ഥാനങ്ങളുടെ ഗവർണറെ തെരഞ്ഞെടുക്കാൻ അതത് മുഖ്യമന്ത്രിമാർ ശുപാർശ ചെയ്യുന്ന സമിതിയെ നിയമിക്കും. സംസ്ഥാന ചെലവിൽ ഗവർണർ കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം തടയും. GDPയിൽ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കും തുടങ്ങിയവയും പ്രധാന വാഗ്ദാനങ്ങളാണ്. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും, ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ഇന്ധനവില കുറയ്ക്കും, വിലക്കയറ്റം നിയന്ത്രിക്കും, പൗരന്മാർക്ക് മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. കേന്ദ്ര നികുതിയിൽ 50% സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നാണ് CPIMന്റെ മറ്റൊരു പ്രധാന വാഗ്ദാനം. 24 ഡൽഹി.